നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് എല്ലാവരും ഗൂഗിൾ പേ ഉപയോഗിക്കുന്ന ആളുകളാണ്. ഈ ഉപയോഗിച്ചില്ലെങ്കിൽ പോലും നമ്മുടെ ഗൂഗിൾ പേ അക്കൗണ്ട് ഡൗൺലോഡ് ചെയ്ത് നമ്മൾ അതിനകത്ത് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. എന്നാൽ നമ്മൾ ഗൂഗിൾ പേക്കകത്ത് ഒരുപാട് ഫീച്ചറുകളുണ്ട്. പല ഫീച്ചറുകൾ നമ്മൾ പരിചയപ്പെടുത്തിയാണ്. വളരെ വ്യത്യസ്തമായിട്ടുള്ള വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫീച്ചർ ഞാൻ കാണിച്ചു തരാം. നിങ്ങളൊന്ന് വീഡിയോ മുഴുവനായിട്ട് കണ്ടു നോക്കുക. നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. പല സ്ഥലത്തേക്കും നമ്മൾ യാത്ര പോകുന്ന ആളുകളാണ്. യാത്ര പോകുന്ന സമയത്ത് നമ്മുടെ കൂടെ സുഹൃത്തുക്കളുണ്ടാകും. അവരുമായിട്ട് യാത്ര പോകുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ടൂർ പോവുകയാണ്, ആ ഒരു സമയത്തൊക്കെ നിങ്ങൾക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഉപകാരപ്പെടുന്നൊരു ഫീച്ചർ ഞാൻ കാണിച്ചു തരാം. അധികം ആളുകൾക്കും ഗൂഗിൾ പേക്കകത്ത് അറിയാത്തൊരു ഫീച്ചറാണ്. അപ്പോൾ അത് എന്താണെന്ന് ഞാൻ കാണിച്ചിരുന്നതിന് വേണ്ടി ആദ്യം ഗൂഗിൾ പേ ഓപ്പൺ ചെയ്യാണ്. നമ്മളൊരു 4 പേര് അല്ലെങ്കിൽ 5 പേരായിട്ട് യാത്ര പോവുകയാണെന്നുണ്ടെങ്കിൽ പലപ്പോഴും നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി അല്ലെങ്കിൽ പെട്രോൾ അടിക്കാൻ വേണ്ടിയൊക്കെ നമ്മൾ പണം ഓരോരുത്തരായിട്ട് ഷെയർ ചെയ്തെടുക്കാറുണ്ട്. എന്നാൽ അധികവും നമ്മൾ ആ ഗ്രൂപ്പിനകത്തുള്ള അല്ലെങ്കിൽ ആ ഒരു ടീമിനകത്ത് ഏതെങ്കിലും ഒരാളായിരിക്കും ആദ്യം ക്യാഷ് മുഴുവനായിട്ട് എടുക്കുക. അതിനുശേഷം നമ്മൾ അത് ടൂർ കഴിഞ്ഞ് വീട്ടിലെത്തിയതിന് ശേഷം അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെത്തിയതിന് ശേഷം നമ്മൾ ആ ഒരു സംഖ്യ ടോട്ടലായിട്ട് ഡിവൈഡ് ചെയ്യും. ഇപ്പോൾ 4 പേരാണ് പോകുന്നതെങ്കിൽ ആ ഒരാളെടുത്ത ക്യാഷ് ഡിവൈഡ് ചെയ്ത് ഓരോരുത്തർക്കും ഇത്ര രൂപയാണെന്ന് നമ്മൾ ഡിവൈഡ് ചെയ്യും. എന്നാൽ ഗൂഗിൾ പേക്കകത്തൊരു സൗകര്യമുണ്ട്. അത് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ഒരാൾക്ക് എത്ര രൂപ എന്നും ആരൊക്കെ ക്യാഷ് കൊടുക്കേണ്ട എന്നും ഇനി കൊടുക്കുന്ന ആളുകളുടെ അധികമായിട്ട് ആരെങ്കിലും കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് സെറ്റ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മൾ എത്ര രൂപയാണ് ഡിവൈഡ് ആയിട്ടുള്ളതെന്നും ഒക്കെ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും ഈ ഗൂഗിൾ പേക്കകത്ത്. വളരെ വ്യത്യസ്തമായിട്ടുള്ള ഫീച്ചറാണ് ഞാൻ കാണിച്ചു തരുമ്പോൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാകും. അപ്പോൾ നമ്മൾ ടൂർ പോകാൻ ഉദ്ദേശിക്കുന്ന ടീമിലെ ഞാൻ ആദ്യം ഒരാളെ ഇതുപോലെ സെലക്ട് ചെയ്തു. അപ്പോൾ നിങ്ങൾ 4 പേരുണ്ടെങ്കിൽ 4 പേരിൽ ഒരാൾ ആദ്യം ഇതുപോലെ സെലക്ട് ചെയ്യാം. അതിനുശേഷം ഏറ്റവും മുകളിൽ വലതു ഭാഗത്തൊരു 3 ഡോട്ട് കാണും. അതിനകത്ത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ സ്റ്റാർട്ട് ന്യൂ ഗ്രൂപ്പ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത വ്യക്തി മുകളിലായിട്ട് കാണാൻ സാധിക്കും. താഴെ നമ്മുടെ ഗൂഗിൾ പേക്കകത്തുള്ള മുഴുവൻ വ്യക്തികളെയും കാണാൻ സാധിക്കും. ഇതിൽ ആരെയാണോ നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ ടൂർ പോകുന്ന ആരൊക്കെയാണോ ആ വ്യക്തികളെ ഇവിടെ മുകളിൽ സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അവിടെ നമുക്ക് ഇതുപോലെ സെർച്ച് ചെയ്ത് കൊടുക്കാം. ഞാനൊരു വ്യക്തി സെലക്ട് ചെയ്തു. അതിനുശേഷം ഞാൻ മറ്റൊരു വ്യക്തിയെ സെലക്ട് ചെയ്തു. അങ്ങനെ ഞാൻ 4 വ്യക്തികളെ ഇതുപോലെ സെലക്ട് ചെയ്തു. താഴെ ആഡ് 4 പീപ്പിൾ എന്നൊരു ഓപ്ഷൻ താഴെ ഭാഗത്ത് കാണാം. അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ക്ലിക്ക് ചെയ്തപ്പോൾ ആ 4 വ്യക്തികളെ നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കും. ഇനി നമുക്ക് ആദ്യം ചെയ്യുന്നത് ഈ ഗ്രൂപ്പിനകത്തൊരു പേര് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ എവിടേക്കാണ് പോയതെങ്കിൽ അത് ടൂർ വേണമെങ്കിൽ ടൂറാണെന്ന് കൊടുക്കാം. അതല്ലെങ്കിൽ നിങ്ങൾ എങ്ങോട്ടാണ് പോയതെങ്കിൽ ആ ഒരു ടൂറിൻ്റെ പേര് നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കും. കാണിച്ചിരുന്നതിന് വേണ്ടി ഇതുപോലെ ടൂർ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. താഴെ ക്രിയേറ്റ് എന്നുള്ള ഒരു ബട്ടൺ കാണും. അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ക്ലിക്ക് ചെയ്യുമ്പം ആ 4 പേരെയും നമ്മൾ ഇതുപോലെ ഒരു ലിസ്റ്റായിട്ട് കാണാൻ സാധിക്കും. ഒരു ഗ്രൂപ്പായിട്ട് മുകളിലായിട്ട് 4 മെമ്പർ എന്ന് കാണാൻ സാധിക്കും. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇവിടെ താഴെ ആ ഗ്രൂപ്പിലേക്ക് ഒരു മെസ്സേജ് അയക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ അവസാന വലത് ഭാഗത്ത് അവരെ വേണമെങ്കിൽ ഞാനിതാ ഇപ്പോൾ അതിൻ്റെ ഒരു ക്യാഷ് എത്രയാണെന്ന് ഞാൻ അയച്ചു തരാമെന്ന് താഴെ ഇവിടെ മെസ്സേജ് ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് അയച്ചാൽ അവർക്കൊക്കെ മെസ്സേജ് പോകും. അവർക്കൊക്കെ അറിയാൻ സാധിക്കുകയും ചെയ്യും. താഴെ സ്പ്ലിറ്റ് എക്സ്പെൻസ് ഉള്ള ഓപ്ഷൻ ഉണ്ട്. അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങളിപ്പോൾ ടോട്ടലായിട്ട് എത്ര രൂപ ചിലവായി, ഇപ്പോൾ ഒരു 5000 രൂപയാണ് ചിലവായതെങ്കിൽ ഇതുപോലെ 5000 എന്ന് ഇതുപോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. താഴെ നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഓരോ വ്യക്തികളും ഇപ്പോൾ 4 വ്യക്തികൾ ഓരോ വ്യക്തികളും എത്ര രൂപ എടുക്കണം എന്നിവിടെ വലതു ഭാഗത്ത് കാണാം. ഓരോ വ്യക്തിയുടെ പേരിന് അവസാനം വലതു ഭാഗത്ത് എത്രയാണെന്ന് കാണാം. 1250 രൂപ ഒരാളെടുക്കണം. അങ്ങനെയാണ് 5000 രൂപ ഡിവൈഡ് ആയിട്ട് വരുന്നത്. ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചർ നമ്മൾ ഇവിടെ മുകളിലായിട്ട് 4 ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇതിൽ രണ്ടാമത്തെ ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ചില വ്യക്തികൾ അധികമായിട്ട് ക്യാഷ് എടുക്കേണ്ടി വരും. എക്സ്ട്രാ ചിലവുള്ള ആളുകളുണ്ടാകും. നമ്മളെ കൂട്ടത്തിൽ തന്നെ ഒരാൾ കൂടുതൽ പണം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ കൂടുതൽ പണം അയാളിൽ നിന്ന് ഡിവൈഡ് ചെയ്ത് വാങ്ങണമെന്നുണ്ടെങ്കിൽ അയാളെ വേണമെങ്കിൽ ഇതുപോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നേരത്തെ നമ്മൾ 1250 കണ്ടതെങ്കിൽ ചിലപ്പോൾ അയാളുടെ അടുത്ത് 1500 വാങ്ങാനുള്ളതെങ്കിൽ ഇതുപോലെ അയാൾക്ക് മാത്രം 1500 സെറ്റ് ചെയ്ത് കൊടുത്ത് ഡൺ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഇവിടെ കാണാം ഓരോരുത്തർക്കും ഇപ്പോൾ ഡിവൈഡായിട്ട് കുറഞ്ഞിട്ടുണ്ട്. നേരത്തെ 1250 ഉള്ളത് ആദ്യത്തെ ആൾ 1500 എടുക്കേണ്ട ആവശ്യമുണ്ട്. കാരണം അയാൾ കൂടുതൽ ചിലവാക്കിയിട്ടുണ്ടെങ്കിൽ അയാൾക്ക് 1500, ബാക്കിയുള്ളവർക്കൊക്കെ അത് ഡിവൈഡ് ചെയ്തിട്ട് ബാക്കിയുള്ള തുക കറക്റ്റായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. നമ്മളൊന്നും ചെയ്യേണ്ട, നമ്മൾ ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. തൊട്ടടുത്തായിട്ട് 3ാമത്തെ ഓപ്ഷൻ്റെ മുകളിൽ അതിനകത്ത് ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ചില വ്യക്തികൾക്ക് ക്യാഷ് എടുക്കാൻ പ്രയാസം ഉണ്ടാവും. കാരണം എന്തെങ്കിലും ഇപ്പോൾ ഫാമിലി ആയിട്ട് പോകുന്നതാണെങ്കിൽ നമ്മുടെ കുട്ടികളുടെ ക്യാഷ് അല്ലെങ്കിൽ വൈഫിൻ്റെ ക്യാഷൊക്കെ നമ്മൾ എടുക്കുകയാണ്. മറ്റുള്ള ക്യാഷുകളൊക്കെ അവർ ഡിവൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വൈഫിൻ്റെ ക്യാഷ് കൂടി നമുക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആരാണോ എടുക്കുന്നത് ആ വ്യക്തിക്ക് വേണമെങ്കിൽ ഇവിടെ അവസാനം കാണുന്നതിനകത്ത് പ്ലസ് ബട്ടൺ ക്ലിക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ കാണാം ഓരോരുത്തർ 1000 രൂപയാണ് എടുക്കുന്നതെങ്കിൽ ഇവിടെ നമുക്ക് 2000 എന്ന് ഞാൻ സെറ്റ് ചെയ്തു. 2 എന്ന് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. അതിനുശേഷം ഇതെല്ലാം നമ്മൾ സെറ്റ് ചെയ്തതിന് ശേഷം താഴെ ഭാഗത്ത് ഏറ്റവും അവസാനം സെൻഡ് റിക്വസ്റ്റ് എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ ആ വ്യക്തികൾക്കൊക്കെ മെസ്സേജ് പോകും. നിങ്ങൾ ഇത്ര രൂപ അപ്പോൾ ഓരോ വ്യക്തികൾ എത്രയാണോ തരാനുള്ളത് കൃത്യമായിട്ട് അയച്ചു കൊടുത്ത അയാൾക്ക് അവിടെ വെച്ചുകൊണ്ട് തന്നെ ജസ്റ്റ് പേയ്മെൻറ്റ് ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. വളരെ ഈസിയാണ്. പലപ്പോഴും ടൂറൊക്കെ പോയി കഴിഞ്ഞാൽ അധികം ആളുകൾ ക്യാഷ് തരാൻ മടിക്കും.
ക്യാഷ് തരാറില്ല. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിൽ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത് അവർക്ക് അയച്ചു കൊടുത്താൽ ക്യാഷ് തരാൻ പ്രയാസമുള്ള ആളുകൾ അത് കാണുന്ന സമയത്ത് അവർ പേയ്മെൻറ്റ് ചെയ്തുകൊള്ളും. അപ്പോൾ വളരെ ഈസി ആയിട്ട് ഇത്തരത്തിൽ ഡിവൈഡ് ചെയ്യാനും അവരെ പണം തരാൻ ആവശ്യപ്പെട്ടുകൊണ്ട് റിമൈൻഡ് ചെയ്യാനും ഇത്തരത്തിൽ എത്രയാണോ പണം ഉള്ളതെങ്കിൽ അത് കറക്റ്റായിട്ട് ഡിവൈഡ് ചെയ്ത് അവർക്ക് പേഴ്സണലായിട്ട് ഇതുപോലെ സെൻഡ് ആകുകയും ചെയ്യും. വളരെ യൂസ്ഫുള്ളാണ്, ഉപയോഗിച്ച് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.